നമുക്ക് ഈ ആഴ്ചത്തെ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഈ ആഴ്ച നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായി ലഭിച്ചിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. വളരെയധികം ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. നമുക്ക് ബാക്കി കാർഡ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയാം. അടുത്തതായിട്ട് 7 ഓഫ് വാൻഡ്സ് ആണ്. King of Swords. King of Pentacles. 2 കിങ് ആണ് വന്നിരിക്കുന്നത്. ഭയങ്കര നല്ല പോസിറ്റീവ് റീഡിംഗ് ആണ് ഇന്നത്തേത്. Knight of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സ്റ്റാർ ആണ്, അതായത് പ്രതീക്ഷയുടെ എനർജിയാണ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 9 ഓഫ് കപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഈ ആഴ്ച ലഭിക്കുന്നതായിരിക്കും. വളരെയധികം സന്തോഷം, സംതൃപ്തി, മനസ്സമാധാനം, അതുപോലെ വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. ഒരുപാട് സന്തോഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തത് നല്ല രീതിയിൽ അവസാനിച്ചു അല്ലെങ്കിൽ നല്ല ഫലം ഉണ്ടായി, അതിൻ്റേതായൊരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ട് 9 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ. പിന്നെ പേഴ്സണൽ ഗ്രോത്ത്, അച്ചീവ്മെൻറ്റ്, ഇതൊക്കെയാണ് നിങ്ങളുടെ സന്തോഷത്തിന് കാരണം ആവാൻ സാധ്യതയുള്ളത്. പിന്നെ നിങ്ങൾ മിക്കവാറും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ പൊതുവെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. കൂടാതെ മനസ്സമാധാനം, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. മനസ്സമാധാനം, ഒരു സന്തുലിതാവസ്ഥ, ജീവിതത്തിൽ ഒരു ബാലൻസ്, അങ്ങനെ എല്ലാം കൂടി നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുക, അങ്ങനത്തെ ഒരു സമയമാണ് ആഴ്ചയുടെ തുടക്കത്തിലായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഈ സന്തോഷത്തിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം, പോസിറ്റിവിറ്റി ഉള്ളവരായിരിക്കണം. അങ്ങനെയാകുമ്പോൾ കൂടുതൽ സമാധാനവും സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു കാര്യം കൂടി പ്രാക്ടീസ് ചെയ്യാനുണ്ട്. സന്തോഷത്തിൻ്റെ കൂടെ അല്പസ്വല്പം പ്രശ്നങ്ങൾ വന്നു കൂടായികയില്ല. 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. പക്ഷേ നിങ്ങളോട് പ്രപഞ്ചം പറയുന്നത് ധൈര്യം കൈവിടാതിരിക്കുക. നിങ്ങൾക്കുള്ളൊരു പരീക്ഷണ ഘട്ടമായി കണക്കിലെടുത്താൽ മതി. നല്ല ഡിറ്റർമിനേഷന് കൂടിയിട്ട് അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്റ്റാൻഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവില്ല. ഒരു മുന്നോട്ട് എന്നുള്ള നിലയ്ക്ക് തന്നെ, ഒട്ടും പിന്മാറാതെ മുന്നോട്ട് എന്ന നിലയ്ക്ക് തന്നെ പ്രവർത്തിക്കണം. അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, കൂടാതെ കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല മെൻ്റൽ ക്ലാരിറ്റി കിട്ടുമായിരിക്കും. എന്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനൊക്കെ മാറ്റി ഒരു ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകാൻ കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജി നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻ നല്ല വ്യക്തമായി അനലൈസ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും ഓരോ പ്രവൃത്തി ചെയ്യുന്നതും. അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടായിരിക്കും. അതിൻ്റെ റിസൾട്ട് നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിലോട്ട് വരും. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം മെറ്റീരിയൽ സക്സസ് നിങ്ങളിലേക്ക് വരും. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. കൂടാതെ നിങ്ങൾ കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയിരിക്കും. വളരെ മെച്ചുറായി വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. വളരെ ഡിസിപ്ലിനോടും ഉത്തരവാദിത്വത്തോടും കൂടി പ്രവർത്തിക്കും. അതിൻ്റെ റിസൾട്ടായിട്ടാണ് നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുന്നത്. കിങ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയും കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കൂടി
ആവുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് പ്രപഞ്ചം നിങ്ങളിലേക്ക് ഇത് തരുന്നത്. കൂടാതെ ബോട്ടം ഓഫ് ദി ഡെക്ക് സ്റ്റാറാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷകൾക്ക് വകയുണ്ട്. ഇവിടം കൊണ്ട് നിങ്ങളുടെ വളർച്ച നിന്നിട്ടില്ല. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അടുത്തത്. ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്ക് ഒരു പ്രപ്പോസൽ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഓഫർ വരാൻ സാധ്യതയുണ്ട്. ഭൂരിഭാഗം പേർക്കും പക്ഷേ ഒരു ഇമോഷണൽ അവെയർനെസ്, സ്വന്തമായി ഒരു ഇമോഷണൽ അവെയർനെസ് വരുന്നതായിട്ടാണ് കാണുന്നത്. അവനവൻ്റെ ഇന്നർ വേൾഡിന് ആത്മപരിശോധന നടത്തി കുറച്ചും കൂടി നിങ്ങളുടെ സ്വന്തം ഉൾവിളികളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾ കുറച്ചും കൂടി ക്രിയേറ്റീവായി മാറുന്നുണ്ട്. അതുപോലെ ഒരുപാട് ചില കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് കലാപരമായ കഴിവുകൾ വളരെയധികം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഈ ആഴ്ചയിൽ പുതിയ ഐഡിയാസും അതുപോലെ പുതിയ പാഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പ്രധാന അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയം പറഞ്ഞത് കേൾക്കുക എന്നതാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രതീക്ഷ, ഒരാഴ്ചയുടെ മെയിനായിട്ടുള്ള എനർജി, ഇതിൻ്റെയൊക്കെ ബേസിക് എനർജി പ്രതീക്ഷയാണ്. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരാഴ്ചയാണ് ലഭിക്കാൻ പോകുന്നത്. നമുക്ക് യൂണിക്കോൺ ഓറക്കിൾ കാർഡ്സും കൂടി ഒന്നെടുത്ത് നോക്കാം. ആദ്യമായി ലഭിച്ചിരിക്കുന്ന കാർഡ് പ്രോസ്പെരിറ്റിയാണ്. പ്രോസ്പെരിറ്റി ഈസ് ഫ്ലോയിങ് ടുവേർഡ്സ് യു, സോ ബി ഓപ്പൺ ടു റിസീവിങ് ഇറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് പലതരത്തിലുള്ള പ്രോസ്പെരിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്വീകരിക്കാൻ മാനസികമായി തയ്യാറെടുക്കണം. മനസ്സും ആത്മാവും തുറന്ന് നിങ്ങളിലേക്ക് വരുന്ന എല്ലാ പോസിറ്റീവ് എനർജിയും സ്വീകരിക്കുക. അടുത്തതായി വന്നിരിക്കുന്നത് പെഗാസസ് ആണ്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ലവ് ആൻഡ് ജോയ്. നിങ്ങളുടെ ഹൃദയം സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി തുറന്നിരിക്കുക എന്നാണ് അടുത്ത സന്ദേശം. അവസാനമായി വന്നിരിക്കുന്നത് ആർച്ചാഞ്ചൽ മൈക്കേൽ. യൂസ് ദ സ്വോർഡ് ഓഫ് ട്രൂത്ത് ടു ഹെൽപ്പ് ദ വേൾഡ്. നിങ്ങൾക്കുള്ള സന്ദേശമാണ് സത്യത്തിൻ്റെ ആയുധം കൊണ്ട് ലോകത്തിനെ നേർവഴിക്ക് നയിക്കുക, ലോകത്തിനെ സഹായിക്കുക. നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഒരുപക്ഷെ അതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ബ്ലെസ്സിങ്സും നമുക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിലൊരു പർപ്പസ് ഉണ്ടായിരിക്കും. നമ്മളെ കൊണ്ട് യൂണിവേഴ്സിന് എന്തെങ്കിലും ഒരു ഒരു ലക്ഷ്യം നമ്മൾക്കുണ്ടായിരിക്കും. യൂണിവേഴ്സിൻ്റെ ഒരു നിയോഗം നമുക്കുണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഗൈഡൻസാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ആഴ്ച വളരെ നല്ല രീതിയിൽ ഇതിൽ പ്രൊഡിക്റ്റ് ചെയ്ത മാതിരി സന്തോഷം, സമൃദ്ധി എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.